ഇപ്പം രാത്രി 6:51. ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളത്തിൻ്റെ ഒരു കളറും അതേപോലെ തന്നെ കൊഞ്ചനുണ്ടോ അഥവാ ചെമ്മീനുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. ഹലോ അണ്ണന്മാരെ അണ്ണാച്ചിമാരെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചെമ്മീൻ പിടിക്കാൻ വന്നിരിക്കുകയാണ് ഞാൻ ഇവിടെ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. കഴിഞ്ഞ പാർട്ടിന് എനിക്ക് 900 സംതിങ് വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് രണ്ടാമത്തെ വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഫുള്ളായിട്ട് കാണുക, വീഡിയോയിലേക്ക് കിടക്കാം. ചളിക്കുണ്ടെന്നാണ് ഞാൻ ചെമ്മീൻ ആവശ്യമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതായത് ചെമ്മീനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള മച്ചിങ്ങ. അങ്ങനെ ഞാൻ ഇവിടെ ചെമ്മീനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ മച്ചിങ്ങ എന്ന് പറയും, എൻ്റെ ഇവിടെ നമച്ചി എന്നും പറയും. അതേപോലെ വലയും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ വേറൊരു സാധനം കൂടി നമുക്ക് വേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു ഓലക്കേർ ഈള്. ഈ കാണുന്ന മച്ചിങ്ങ നമ്മളൊരു കല്ല് കൊണ്ട് അടിച്ച് പൊട്ടിക്കണം. അതായത് നമ്മുടെ കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടൊന്നും പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റാത്തൊരു പുറംതോടാണ് ഈ ഒരു മച്ചിങ്ങക്കുള്ളത്. അപ്പോൾ നമ്മൾ ഒരു വലിയൊരു കല്ലെടുത്തിട്ടുണ്ട്. ഈളിങ്ങനെ ഇതേപോലെ കൊമ്പ് മാത്രം ആക്കിയെടുക്കണം. നമ്മൾ ഊരാക്കുടുക്ക് കെട്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കൊഞ്ചനെ പിടിച്ച് വലിച്ചാലും പെട്ടെന്ന് കിട്ടും. നമ്മൾ സ്പോട്ടിൽ കൊണ്ടാച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കല്ലിൻ്റെ ഇടയിലൊക്കെ നല്ല രീതിക്ക് കൊഞ്ചനുണ്ടാവും. അതായത് ചെമ്മീൻ ഉണ്ടാവും. ഇങ്ങനെ ഇതിനെ മണം പിടിക്കാനായിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. പെട്ട് അങ്ങനത്തെ രണ്ടാമത്തെ ട്രയലിൽ നമുക്കൊരു കൊഞ്ചനെ കിട്ടിയേക്ക്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 1-2 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ സാധനം കുറച്ചാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ക്യാമറ ആംഗിൾ ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് കിട്ടിയ മുതലിനെ കാണാൻ പറ്റിയിട്ടില്ലേനും. ഒറ്റൊന്നാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്, മുടിഞ്ഞ ടേസ്റ്റാണ് ഇതിന്. ഇവിടെ നിന്നെല്ലാം പിടിക്കുന്ന കൊഞ്ചുണ്ടാവില്ലേ, മലപ്രദേശത്ത് നിന്നെല്ലാം പിടിക്കുന്നത്. അപ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റാണ്. ഇന്ന് ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പറഞ്ഞു തരും ഇതിൻ്റെ ബെനിഫിറ്റും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ലെവലാണ്. കാര്യം പറയാം. നമ്മുടെ മൂന്നാമത്തെ ഇടലിടാൻ പോവാണ് വല. മൂന്നാമത്തെ പ്രാവശ്യം നമ്മളൊന്ന് ട്രൈ ചെയ്ത് പോകാം. രണ്ടാമത്തെ കൊഞ്ചനെ പിടിക്കാൻ പറ്റുമോ നോക്കുക. കൃഷിക്ക് കൊഞ്ചെന്ന പേര് പറയാം. 3 തൂക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ടാർഗറ്റ്. കയറി പിടിച്ചടാ സാധനത്തിന് പിടിച്ച്. രണ്ടാമത്തെ ഒന്നിനെയും കൂടി പിടിച്ചിരിക്കുകയാണ്. അതിൻ്റെ വലിപ്പം കൂടുന്നതോറും അതിൻ്റെ ടേസ്റ്റും കൂടി കൂടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കണ്ടോ ഗൈസ്, സെക്കൻഡ് വൺ രണ്ടാമത്തെ കൊഞ്ചനെ കൂടി കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ഇപ്പം കാണാൻ പോകുന്നത് ലൈവായിട്ട് കൊഞ്ചന പിടിക്കുന്ന കാണിച്ചു തരാം. നേരത്തെ ഒന്നും കറക്റ്റായിട്ട് ഒരു ക്യാമറ ആംഗിൾ അല്ലായിരുന്നു. ഇപ്രാവശ്യം നിങ്ങൾക്ക് പിടിക്കുന്നതന്നെ കാണിച്ചു. ഈ രീതിക്ക് ഇങ്ങനെ ഇട്ടിങ്ങനെ ചെരിച്ച് വെക്കും. എന്നിട്ട് ഈ പറഞ്ഞ ചെമ്മീനൊക്കെ ഇങ്ങനെ വിളിച്ചു വരുത്തും ഈ വലേൻ്റെ അകത്ത്. ബാബോരി യെസ്, കമോൺട്രാ മഹേഷ് വലയിലേക്ക് വന്നോളൂ. പോയി. 4ാമത്തെ ട്രൈ. 100 രൂപയ്ക്ക് വാങ്ങിയ വലക്കൊന്നും ഒരു വിലയില്ല. ബേസിക്കലി ഇവർ നെറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ശരിക്കും അറിയത്തില്ല ഏത് നെറ്റാ കൊടുക്കണ്ടേന്ന്. വല കണ്ടാൽ തന്നെ മീനോടും. എടാ നമച്ച് പോയിടാ. കൊഞ്ചനെ പിടിക്കാൻ പോവാണ്. നമ്മളൊരു നമച്ച് കൊണ്ടുപോയത് അടിയിലത്തെ ഏതൊരു കൊഞ്ചനാണ്. അതിനെന്തായാലും കിട്ടൂല, നല്ല സൈസാണ്. ഭയങ്കര ബുദ്ധിയാണ് ഈറ്റിങ്ങൾക്ക്. ഓരോ ദിവസം നമ്മൾ പ്ലാനും കാര്യങ്ങളൊക്കെ തയ്യാറാക്കും തോറും അങ്ങനെ 5ാമത്തെ നമ്മുടെ കൊഞ്ചനെ പിടിക്കാൻ പോവാണ്. കാണുന്നുണ്ടോ? പടക്കട. 6ാമത്തെ കൊഞ്ചനെ നമ്മൾ നോക്കുകയാണ്. 6ാമത്തെ ക്ലിപ്പിലുള്ള കൊഞ്ചൻ നോക്കാം. അങ്ങനെ 4ാമത്തെ കൊഞ്ചനെ കൂടി പിടിച്ചിരിക്കുകയാണ് ഗൈസ്. അതിഭയങ്കരമായ ശ്രദ്ധ കൊടുക്കണം, എന്നാൽ മാത്രമേ ഈ ഈറ്റുങ്ങൾ കിട്ടുള്ളൂ. പോയി ടോട്ടല് നമ്മൾ 8 ട്രൈ ചെയ്ത് അതിൻ്റെ 4 കൊഞ്ചനെ കിട്ടിയിട്ടുള്ള 5ാമത്തേലേക്ക് കടക്കാൻ പോവാണ്. ഇതിന് കയ്യും കാലും ഉണ്ടെങ്കിൽ മനുഷ്യന്മാരെ വരിക്കും ഇത്. അതായത് വെള്ളത്തിലുള്ള ജീവിയല്ല ഇത്. പുറത്തേക്ക് വരികയാണെങ്കിൽ ഇത് വരിക്കും. കാരണം അവർക്ക് ബുദ്ധിയുള്ള ഒരു ജീവിയാണ് ഇത്. കിട്ടി. അങ്ങനെ നമ്മളെ 8ാമത്തെ ട്രയലിൽ 5ാമത്തെ കൊഞ്ചനെ കിട്ടിയിരിക്കുകയാണ്. ഇത് അത്യാവശ്യം വലിപ്പമുണ്ട്. അങ്ങനെ എൻ്റെ 9ാമത്തെ ക്ലിപ്പിലോട്ടേക്ക് കടക്കാൻ പോവുകയാണ്.
അങ്ങനെ 6ാമത്തെ കൊഞ്ചനും കൂടി കിട്ടിയിരിക്കുകയാണ്, അഥവാ ചെമ്മീനെയും കൂടി കിട്ടിയിരിക്കുകയാണ്. 6ാമത്തെ വലിയ വലിപ്പമൊന്നുമില്ല, പക്ഷെ കുട്ടിയാണ്. അങ്ങനെ 10ാമത്തെ ട്രൈയിൽ നോക്കുവാണ്. 10ാമത്തെ ട്രൈയിൽ മിസ്സായിപ്പോയി. അങ്ങനെ 11ാമത്തെ ട്രൈയിൽ മിസ്സായ കൊഞ്ചനെ കിട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ അടുത്ത് വന്നിട്ട് കാണിച്ചു തരാം. അത്രയും കൂടി ഉണ്ട്. അതായത് ഞാനൊരു തെങ്ങിൻ്റെ മണ്ടയിൽ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഒരു ഓലേൻ്റെ ഇടയിലൊക്കെ വെച്ചിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പുതിയ സെൽഫി സ്റ്റിക്ക് വാങ്ങി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, ഉപ്പിലോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ 13ാമത്തെ ട്രൈ ആണ്. 13ാമത്തെ ട്രൈയിൽ 9ാമത്തെ കൊഞ്ചനെ പിടിക്കാൻ നോക്കുകയാണ്. 13 ട്രൈ ചെയ്ത് ഈ ഒരു ക്ലിപ്പും കൂടി കൂട്ടി 13 ട്രൈ. വന്നോട് ദജ്ജാലോ, എന്താണ് കളി? വാടാ വാടാ വാടാ, കിട്ടി, പോയി തുള്ളിപ്പോയി. അങ്ങനെ 14ാമത്തെ ട്രൈയിൽ, അങ്ങനെ 14ാമത്തെ ക്ലിപ്പിൽ ഒരു കുട്ടി കൊഞ്ചനം കൂടി കിട്ടിയിരിക്കുകയാണ്. കുട്ടി. അങ്ങനെ നമ്മൾ അഗെയിൻ 15ാമത്തെ ട്രൈ. 15ാമത്തെ ട്രൈയിൽ എത്ര കൊഞ്ചനെ പിടിക്കാൻ നോക്കാം. പോയി ഉറങ്ങിപ്പോയാ? കിട്ടിയടാ, കിട്ടി. സാന്ദ്രം കിട്ടി. അത്യാവശ്യം വലിയ കാലൊക്കെ ഉള്ള ഒരു കൊഞ്ചനാണ് കിട്ടിയത്. കാലൊക്കെ പറഞ്ഞ് കാലനാക്കി. 11 കറക്റ്റ് കൗണ്ടിങ് ഒന്നും കിട്ടുന്നില്ല. 2 കയറി, പക്ഷേ എങ്കിൽ 1 കിട്ടിയത്. ഒരു കൊഞ്ചനെ കൂടി കിട്ടിയിരിക്കുകയാണ്. യെസ്, കാലുകൊണ്ട് എന്തൊക്കെ കളിക്കുന്നുണ്ട്. കടിക്കുന്നടേ, സോറി, ഇറുക്കുന്നടേ. ഏത് ഇറുക്കിലാണ്? കിട്ടി. 1 കൂടി കിട്ടിയിരിക്കുകയാണ്. ഭയങ്കര ഇറുക്കുന്നത്. പിന്നോണ്ട് കുത്തുന്ന പോലെ ഇതിങ്ങനെ ഇറുക്കുകയാണ്. ഇങ്ങനെ പേടിയുള്ള ആൾക്കാരാണെങ്കിൽ വിട്ടുപോകും. സത്യത. യെസ്, വീണ്ടും നിരത്തി കിട്ടൽ. ഇപ്പോൾ കൊഞ്ചൻ ഏകദേശം ഒരു 13-14 ആയിട്ടുണ്ടാവും. 1 കൂടി അത്യാവശ്യം സൈസ് ഉണ്ട്. നിങ്ങൾ കൊഞ്ചനെ പിടിക്കുന്നത് ഇവറ്റ കളില്ലേ? രാത്രി ഉറങ്ങിക്കളിയില്ലേ? വെളിച്ചടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണരും. അമ്മക്ക് കണ്ടാൽ മതി, അതിനെ കാണിക്കരുത്. ആ സ്ഥലം നേരം ഇരുട്ടി, അവിടെ തന്നെ കുറച്ചേ കിട്ടിയേക്കുള്ളൂ. 18ാമത്തേൽ കിട്ടിയില്ല, പക്ഷെങ്കിൽ അത്യാവശ്യം പൊരിക്കാനുള്ള കിട്ടി. എന്താ സാധനം? അതെന്താ വരുന്നേ? ഇവിടെ മോനെ